നിയമാവർത്തനം 16-ാം അധ്യായം. നീ അബീബ് മാസം ആചരിച്ച് നിന്റെ ദൈവമായ കർത്താവിന് പെസഹ അനുഷ്ഠിക്കണം. എന്തെന്നാൽ അബീബ് മാസത്തിലെ ഒരു രാത്രിയാണ് നിന്റെ ദൈവമായ കർത്താവ് നിന്നെ ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നത്. തൻ്റെ നാമം അധിവസിക്കാനായി കർത്താവ് തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് നിന്റെ ദൈവമായ കർത്താവിന് പെസഹായായി ആടുമാടുകളെ അറക്കണം. പുളിപ്പുള്ളത് നീ അതോട് ചേർത്ത് ഭക്ഷിക്കരുത്. ഈജിപ്ത് നാട്ടിൽ നിന്ന് നീ പുറപ്പെട്ടത് തിടുക്കത്തിലായിരുന്നതുകൊണ്ട് യാതനയുടെ അപ്പമായ പുളിപ്പില്ലാത്ത അപ്പം 7 ദിവസം നീ ഭക്ഷിക്കണം. ഈജിപ്ത് നാട്ടിൽ നിന്നുള്ള നിന്റെ പുറപ്പാട് ദിനം നിന്റെ ആയുഷ്കാലം മുഴുവൻ നീ ഓർമ്മിക്കുന്നതിന് വേണ്ടിയാണിത്. 7 ദിവസത്തേക്ക് നിന്റെ അതിർത്തിയിലെങ്ങും പുളിമാവ് കാണപ്പെടരുത്. പ്രഥമ ദിവസം സായാഹ്നത്തിൽ നീ അറക്കുന്ന മാംസത്തിൽ അല്പം പോലും പ്രഭാതത്തിലേക്ക് വച്ചേക്കരുത്. നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് തരുന്ന കവാടങ്ങളിലേതെങ്കിലും ഒന്നിൽ പെസഹാമൃഗത്തെ അറക്കാൻ നിനക്കാവില്ല. മറിച്ച് തൻ്റെ നാമം അധിവസിക്കാനായി നിന്റെ ദൈവമായ കർത്താവ് തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് വെച്ച് വൈകിട്ട് നീ പെസഹാമൃഗത്തെ അറക്കണം. സൂര്യൻ അസ്തമിച്ചപ്പോഴായിരുന്നു ഈജിപ്തിൽ നിന്നുള്ള നിന്റെ പുറപ്പാടിൻ്റെ നിർദ്ദിഷ്ട സമയം. നിന്റെ ദൈവമായ കർത്താവ് തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് വെച്ച് നീ അത് വേവിച്ച് ഭക്ഷിച്ചിട്ട് രാവിലെ നിന്റെ കൂടാരത്തിലേക്ക് മടക്കയാത്രയാകണം. 6 ദിവസം നീ പുളിപ്പില്ലാത്ത അപ്പം ഭക്ഷിക്കണം. 7-ാം ദിവസം നിന്റെ ദൈവമായ കർത്താവിനുള്ള സാഘോഷയോഗമാണ്. നീ ജോലിയൊന്നും ചെയ്യരുത്. 7 ആഴ്ചകൾ നിനക്കായി കണക്ക് കൂട്ടണം. കതിരിൽ അരിവാൾ വെച്ച് തുടങ്ങുന്നത് തൊട്ടാണ് 7 ആഴ്ചകൾ നീ എണ്ണാൻ തുടങ്ങേണ്ടത്. നിന്റെ ദൈവമായ കർത്താവ് നിന്നെ അനുഗ്രഹിച്ചതനുസരിച്ച് നീ നൽകുന്ന സ്വാഭീഷ്ട കൈക്കാണിക്കയുടെ അളവ് കൊണ്ട് അവിടുത്തേക്ക് ആഴ്ചകളുടെ തിരുനാൾ ആഘോഷിക്കണം. തൻ്റെ നാമം അധിവസിക്കുന്നതിനു വേണ്ടി നിന്റെ ദൈവമായ കർത്താവ് തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് വെച്ച് നീയും നിന്റെ പുത്രീപുത്രന്മാരും ദാസീദാസന്മാരും നിന്റെ കവാടങ്ങൾക്കുള്ളിലുള്ള ലേവായനും നിങ്ങളുടെ മധ്യേയുള്ള പ്രവാസിയും അനാഥനും വിധവയും നിന്റെ ദൈവമായ കർത്താവിൻ്റെ സന്നിധിയിൽ സന്തോഷിക്കണം. ഈജിപ്തിൽ നീ അടിമയായിരുന്നെന്ന് ഓർമ്മിക്കണം. ഈ ചട്ടങ്ങൾ നീ ജാഗ്രതയോടെ അനുവർത്തിക്കണം. നിന്റെ മെതിക്കളത്തിൽ നിന്നും ചക്കിൽ നിന്നുമുള്ളവ ശേഖരിക്കുമ്പോൾ 7 ദിവസത്തേക്ക് നീ കൂടാരങ്ങളുടെ തിരുനാൾ കൊണ്ടാടണം. നീയും നിന്റെ പുത്രീപുത്രന്മാരും ദാസീദാസന്മാരും നിന്റെ കവാടങ്ങൾക്കുള്ളിലുള്ള ലേവായനും പ്രവാസിയും അനാഥനും വിധവയും ഈ തിരുനാളിൽ സന്തോഷിക്കണം. കർത്താവ് തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് നിന്റെ ദൈവമായ കർത്താവിന് 7 ദിവസം നീ തിരുനാൾ ആഘോഷിക്കണം. എന്തെന്നാൽ നിന്റെ എല്ലാ വിഭവത്തിലും എല്ലാ കരവേലയിലും നിന്റെ ദൈവമായ കർത്താവ് നിന്നെ അനുഗ്രഹിക്കുന്നുണ്ടല്ലോ. മാത്രമല്ല നീ സന്തുഷ്ടനുമാണ്. നിന്റെ പുരുഷഗണം മുഴുവൻ ആണ്ടിൽ 3 തവണ പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ തിരുനാളിലും ആഴ്ചകളുടെ തിരുനാളിലും കൂടാരങ്ങളുടെ തിരുനാളിലും നിന്റെ ദൈവമായ കർത്താവ് തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് അവിടുത്തെ മുഖം ദർശിക്കണം. എന്നാൽ കർത്താവിൻ്റെ മുഖം നീ ദർശിക്കുന്നത് വെറും കൈയോടെ ആയിരിക്കരുത്. ഓരോരുത്തനും അവനവൻ്റെ കയ്യിലുള്ള ദാനത്തിനൊത്ത വിധം നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് നൽകിയിരിക്കുന്ന അവിടുത്തെ അനുഗ്രഹത്തിനൊത്ത വിധം ആയിരിക്കണം. നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് നൽകുന്ന നിന്റെ കവാടങ്ങളിലെല്ലാം നിന്റെ ഗോത്രങ്ങൾക്ക് ന്യായാധിപന്മാരെയും ഉദ്യോഗസ്ഥരെയും നീ നിയമിക്കണം. അവർ ജനത്തെ നീതിന്യായം വിധിക്കട്ടെ. നീ ന്യായവിധി വലിച്ചു നീട്ടരുത്, മുഖം നോക്കരുത്. കൈക്കൂലി ജ്ഞാനികളുടെ കണ്ണുകൾ അന്ധമാക്കുകയും നീതിമാന്മാരുടെ വചനങ്ങൾ വളച്ചൊടിക്കുകയും ചെയ്യുമെന്നതിനാൽ നീ കൈക്കൂലി വാങ്ങരുത്. നീ ജീവിച്ചിരിക്കേണ്ടതിനും നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് തരുന്ന രാജ്യം കൈവശമാക്കേണ്ടതിനും തികഞ്ഞ നീതി പിന്തുടരണം. നിനക്കായി നീ ഉണ്ടാക്കുന്ന നിന്റെ ദൈവമായ കർത്താവിൻ്റെ ബലിപീഠത്തിനരികെ നിനക്ക് അക്ഷേരയായി ഒരു തടിയും നാട്ടരുത്. നിന്റെ ദൈവമായ കർത്താവ് വെറുക്കുന്ന സ്തംഭം ഉയർത്തുകയുമരുത്.